എൻ്റെ പേര് മായ എന്നാണ്. ഞാൻ തിരുവനന്തപുരം ജില്ലയിൽ പാങ്ങപ്പാറ എന്ന് പറയുന്ന സ്ഥലത്താണ് താമസിക്കുന്നത്. അപ്പോൾ എനിക്കൊരു ഗാർഡനും ഒരു നഴ്സറിയും കൂടി അവിടെ ഉണ്ട്. കഴിഞ്ഞ 12 വർഷമായിട്ട് ഞാനിത് ചെയ്തു വരുന്നു. കൂടുതലും ഓർക്കിഡ്സാണ് ചെയ്തു വരുന്നത്. അപ്പോൾ നമ്മുടെ കേരള കൃഷി വകുപ്പിൻ്റെ തന്നെ ശ്രീകാര്യം പഞ്ചായത്തിൻ്റെ ശ്രീകാര്യം കൃഷിഭവൻ്റെ ഓർക്കിഡ് കർഷകയ്ക്കുള്ള അവാർഡും പിന്നെ 40,000 രൂപയും എനിക്ക് ഗവൺമെൻറ്റിൽ നിന്ന് 2021 ലഭിക്കുകയുണ്ടായി. അത് 1000 ഓർക്കിഡ് ഞാൻ വളർത്തിയതുകൊണ്ടും അത് പരിപാലിക്കുകയും സെയിൽ ചെയ്തതുകൊണ്ടുമാണ് എനിക്ക് ലഭിച്ചത്. പിന്നെ ഓർക്കിഡ്സ് കൂടാതെ ആന്തൂറിയം, ഗ്രൗണ്ട് ഓർക്കിഡ്, പിന്നെ 2016 മുതൽ ഹോയ എന്ന് പറയുന്ന ഒരു പുതിയ പ്ലാന്റും ഞാൻ ചെയ്തു വരുന്നു. ഇതിനെല്ലാം സപ്പോർട്ട് ചെയ്യുന്നത് എൻ്റെ ഫാമിലിയാണ്. എൻ്റെ ഫാമിലി എന്ന് പറയുന്നത് എൻ്റെ ഹസ്ബൻഡും 2 കുട്ടികളുമാണ്. ഹസ്ബൻഡ് ഒരു റിട്ടയേർഡ് എയർഫോഴ്സ് മാനാണ്. 2 മക്കളുണ്ട്. അവർ രണ്ടുപേരും ഇപ്പോൾ ജോലി ചെയ്യുന്നുണ്ട്. അപ്പോൾ എൻ്റെ ഈ കുട്ടികളുടെ പഠനം കഴിഞ്ഞാണ് ഞാനിതിൽ സീരിയസ് ആയിട്ട് ഇറങ്ങിയത്. കാരണം എനിക്ക് വേറെ ടൈം പാസ്സൊന്നും അങ്ങനെയില്ല. ആദ്യമേ ഞാനൊരു ബോട്ടണി ഗ്രാജുവേറ്റ് ആയിരുന്നു. അപ്പോൾ കൃഷിയോടും പൂക്കളോടും ചെടികളോടും എനിക്ക് നല്ല താല്പര്യമായിരുന്നു. അങ്ങനെ വർഷങ്ങളായി എൻ്റെ ഒപ്പം ഈ ചെടികളുണ്ടായിരുന്നു, ഇഷ്ടംപോലെ ചെടികൾ. അതിലെനിക്ക് ഏറ്റവും ഇഷ്ടം ഓർക്കിഡ്സ് ആയിരുന്നു. കാരണം അവയുടെ വൈവിധ്യമാർന്ന ഫ്ലവേഴ്സും പിന്നെ നമ്മൾ ഒരുപാട് കാലം ഈ ഓർക്കിഡ്സ് നമ്മുടെ കൂടെ നിൽക്കും. ഇപ്പം നമ്മുടെ കൂടുതലും വളർത്തിയിരിക്കുന്നത് ഈ ഡെൻഡ്രോബിയം ഓർക്കിഡ്സ് ആണ്. അത് ഏകദേശം 3 മാസത്തോളം നിൽക്കും. പിന്നെ ഫെലനോപ്സിസ് എന്ന് പറയുന്ന ഓർക്കിഡ്സ് ഉണ്ട്. അപ്പോൾ അതും 4-5 മാസം നിൽക്കും. ഇതിപ്പം കാറ്റ്ലിയ എന്ന് പറയുന്ന ഓർക്കിഡുകളുടെ രാജ്ഞി എന്ന് പറയുന്ന കാറ്റ്ലിയാണ് ഞാൻ ഈ തൊട്ടിരിക്കുന്നത്. ഇതിന് ഒരു ചെറിയ മണമൊക്കെ ഉണ്ട്. അപ്പോൾ ഇതും കുറച്ച് നാളെ നിൽക്കത്തുള്ളൂ. പക്ഷേ പൂക്കൾ ഭയങ്കര ഭംഗിയാണ്, നല്ല രസമുള്ള പൂക്കളാണ്. ഇത് ഒരുപാട് കളറുകളുണ്ട്. ഇപ്പോൾ വിരിഞ്ഞിരിക്കുന്നത് 2 കളറേ ഉള്ളൂ. ഇതെല്ലാം ഈ പ്ലാന്റ് എല്ലാം കാറ്റ്ലിയാണ്. ഇതെല്ലാം കാറ്റ്ലിയ എന്ന് പറയുന്ന വെറൈറ്റിയാണ്. അപ്പോൾ ഇതിൻ്റെ പിന്നിലൊക്കെയുള്ള മോട്ടീവ് എന്ന് പറയുന്നത് നമുക്ക് പൂക്കളോടുള്ള ഇഷ്ടം, അതുപോലെ തന്നെ നമ്മുടെ മാനസികമായ ആരോഗ്യം, ആഹ്ലാദം. പിന്നെ ഇതിന് നമ്മൾ കൃത്യമായി നമ്മളിത് ചെയ്യുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഒരു അടുക്കും ചിട്ടയും. രാവിലെ നമ്മൾ എണീക്കുന്നു, ഇതിന് വെള്ളമൊഴിക്കുന്നു, വളം ചെയ്യുന്നു. അപ്പോൾ അതിൽ നിന്നും നമുക്ക് കിട്ടുന്ന ഒരു സന്തോഷം എന്ന് പറയുന്നത് അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ്. അപ്പോൾ ഇതിലൂടെ എനിക്ക് നല്ലൊരു ഓർക്കിഡ് കർഷകയാകാൻ സാധിച്ചു. ഏകദേശം 1000-ഓളം ഓർക്കിഡ്സ് ഇപ്പം നമ്മുടെ കയ്യിലുണ്ട്. പിന്നെ അത് പൂക്കൾ വരുമ്പോഴത്തേക്ക് നമ്മൾ സെയിൽ ചെയ്യാൻ ചെയ്യുന്നത്. പിന്നെ ഇതൊക്കെ ഗ്രൗണ്ട് ഓർക്കിഡ്സ് ആണ്. ഇതെല്ലാം ഒരുപാട് കളറുകളിൽ നമുക്ക് ഗ്രൗണ്ട് ഓർക്കിഡ്സ് ഇവിടെ ലഭ്യമാണ്. കണ്ടോ, ഇതിലേറ്റവും ഭംഗിയുള്ളത് ഇത് വൈറ്റ് റെഡ് ലിപ്പ് എന്ന് പറയുന്നൊരു ഓർക്കിഡാണ്. ഇപ്പോൾ പൂക്കളില്ല, എന്നാലും അത് ഫ്രീക്വൻ്റായിട്ട് പൂ ഇടുന്ന ഒരു ഗ്രൗണ്ട് ഓർക്കിഡാണ്. പിന്നെ ഇതൊക്കെ ആമ്പലുകളാണ്. ഇപ്പോൾ മിക്കവാറും പൂക്കളുള്ള ഇനങ്ങളാണ്. എല്ലാം ട്രോപ്പിക്കൽ വെറൈറ്റി ആമ്പലുകളാണ്. എല്ലാത്തിലും പൂക്കളുണ്ട്. വളരെയധികം ആവശ്യക്കാരുള്ള ഇനമാണ് ഈ ആമ്പൽ എന്ന് പറയുന്നത്. ഇത് ആമ്പലിന് തന്നെ വേറൊരു വെറൈറ്റി ആയിട്ട് വരുന്ന ന്യൂഫർ ലൂട്ടിയ എന്ന് പറയുന്ന ഇനമാണ് ഇത്. പിന്നെ അങ്ങനെ ആമ്പലുകൾ നമുക്ക് ധാരാളം നമ്മൾ സെയിലും ചെയ്യുന്നുണ്ട്. ഇത് ഒരു താമരയാണ്, മൈക്രോ ബൗൾ ഇനത്തിൽപ്പെട്ട താമര, ബൗൾ ലോട്ടസ് ആണ്. ലിയാങ്കളി എന്നാണ് ഇതിൻ്റെ പേര്. അങ്ങനെ നമുക്ക് താമരയും ഉണ്ട്. അത് ടെറസിൻ്റെ മുകളിലും വെച്ചിട്ടുണ്ട്. അപ്പോൾ താമരയ്ക്കും നമുക്ക് നല്ല സെയിലുണ്ട്. ഈ ടബ്ബോട് കൂടിയാണ് നമ്മൾ താമര കൊടുക്കുന്നത്. ഇതൊരു മഞ്ഞ താമരയാണ്, യെല്ലോ പിയോണി എന്ന് പറയുന്ന വെറൈറ്റിയാണ്. പിന്നെ അഡീനിയം നമുക്ക് ചൂട് കാലത്ത് ഏറ്റവും കൂടുതൽ കൊടുക്കാൻ പറ്റുന്ന ഒരു വെറൈറ്റിയാണ് അഡീനിയം. പൂക്കൾ മഴ കഴിഞ്ഞതുകൊണ്ട് കുറവാണ്, പക്ഷേ ഏറ്റവും കൂടുതൽ നല്ല വരുമാനവും കിട്ടുന്നൊരു പ്ലാന്റാണ് അഡീനിയം. ഇത് ഒരു ഹാങ്ങിങ് പ്ലാന്റ് ആണ്. വേരിഗേറ്റഡ് ഹോയ എന്ന് പറയുന്നൊരു ഡിസ്റ്റീഡിയ എന്ന് പറയുന്നൊരു ഇനമാണ്. വേരിഗേറ്റഡ് ഡിസ്റ്റീഡിയ ഇനത്തിൽപ്പെട്ടൊരു പ്ലാന്റാണിത്. ഇത് റെപ്സാലിസ് എന്ന് പറയുന്ന ഒരു പ്ലാന്റാണ്. ഇതിൽ മുത്തുകൾ പോലെ, അതെ കണ്ടോ, ഇങ്ങനെ മുത്തുകൾ വരും. ഇതാണ് ഇതിൻ്റെ പ്രത്യേകത. റെപ്സാലിസ് എന്നാണ് ഇതിൻ്റെ പേര്. ഇതൊക്കെ താഴോട്ട് ഇങ്ങനെ വളർത്തി ഇതിൻ്റെ തന്നെ ഇങ്ങനെയാണ് ഇത് വളരുന്നത്. നല്ല രസമുള്ളൊരു പ്ലാന്റാണ്.
ഇതൊരു ബട്ടർഫ്ലൈ പ്ലാന്റാണ്. പിന്നെ ഇത് നമ്മുടെ പിക്ചർ പ്ലാന്റ് എന്ന് പറയും. ഇത് നമ്മുടെ ഇരകളെ പിടിച്ച് വിഴുങ്ങുന്ന പിക്ചറുള്ള ഒരു പ്ലാന്റാണ്. ഇതാണ് അതിൻ്റെ പിക്ചർ. പോയി